നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. അതിനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരാണ്. അല്ല ഇവർക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്? ഇതുവരെ എല്ലാവരും കടത്തി വിട്ട് ഇവര് ഇപ്പോൾ CM വരുന്നുണ്ടാണ്ട് ഇവർ ബ്ലോക്ക് ആകുന്നത്. കാരണം പറ അവിടെ മണ്ണ് റോഡ് ഓപ്പൺ ആണ് അവിടെ. ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയ കുട്ടികളെ കരയാൻ തുടങ്ങിയായി. എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ടാക്സി ഡ്രൈവർ നമുക്ക് എവിടുന്ന് പൈസ റൂം എടുത്തിട്ടാണ്. ഹലോ, എവിടെയാ? ഒന്ന് പിന്നെ മിനിസ്റ്റർക്ക് ഒന്ന് ഫോൺ കൊടുത്തു. ഹലോ, ഷാഫി, ഞാനേ ഇവിടെ ഈ പോളിടെക്നിക്കിന് മുമ്പിലെത്തി. അങ്ങോട്ട് കിടക്കുന്നിടത്ത് പടി. അപ്പം ഇവിടെ ഒരു ആളുടെ പേരക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് കൂടെ ചുരക്കാരക്കാരനാണ്. അയാളുടെ ഇതൊക്കെ ഉണ്ട്, ആധാരമൊക്കെ. 60 ദിവസമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങോട്ട് കടത്തി വിടാത്ത കാരണം കുട്ടിയെ കൊണ്ട് ഇന്നലെ പിന്നെ ഇവിടെ ഹോട്ടലെടുത്ത് ഇന്നും ഇപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്പെഷ്യൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം. സ്പെഷ്യൽ ഇവിടെ ഈ പോണ റൂട്ടിലാണ്. അതൊന്നിപ്പോൾ അവരിവിടെ അതല്ല നിങ്ങളുടെ വീട് അവിടെ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പൊ അതൊന്നും ഇവിടെ ആർക്കാഴ്ച അതിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ വീടുള്ളവർക്ക് പോകാൻ അനുമതി, ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള. അതപ്പോൾ ആരോടാ അത് പറയാ? അതല്ല ഇവിടെ അത് തടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ പോളിടെക്നിക്കിന്റെ മുന്നിൽ പോലീസ് റോഡ് വെച്ച് തടുത്തിരിക്കുകയാണ്. ആളുടെ പേര്, കുട്ടിയുടെ വാപ്പാൻ്റെ പേര് ജലീൽ. ആ വണ്ടി നമ്പർ KL 13Y 1010. ആ കേട്ടോ. ഹലോ, നിങ്ങളുടെ നമ്പർ 99 47 15 59 42. കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. MP അവിടെ വിട്ടിങ്ങനെ ശരി വണ്ടി പോവാം. ലൈവ്